ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ. പച്ചമാങ്ങ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി കടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട. ഈ മീനൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇത്ര വെള്ളം മതി കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെമ്മീൻ ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്, അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒക്കെ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വലിയ ജീരകം, പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ചൊരു മഞ്ഞൾപ്പൊടി കേട്ടോ. തേങ്ങേൻ്റെ കളർ മാറാൻ ആവശ്യത്തിനുള്ള കുറഞ്ഞ അളവിലൊരു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, തേങ്ങ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. മീൻ വേവുന്ന സമയം കൊണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ, കറിയിൽ ഒഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ മീൻ ഇവിടെ ഒന്ന് തളിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി പിന്നെ അധികം പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ്. നമ്മൾ കറി ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തക്കാളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു മാങ്ങയുണ്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മീൻ വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തു. മാങ്ങ ഒന്നൊരു ചൂടായാൽ മതി കേട്ടോ, പെട്ടെന്ന് വേവണ മാങ്ങയാണ്, നല്ല പൊടിയുള്ള മാങ്ങയാണ്. മാങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, തേങ്ങ അരച്ചത്, ആ തേങ്ങ അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ മാങ്ങ അതിൻ്റെ കൂടെ വെന്തിട്ടു കേട്ടോ. മാങ്ങ ഒരുപാട് അങ്ങോട്ട് വേവിച്ചിട്ട് കലങ്ങി പോകരുത്, മാങ്ങയുടെ പീസ് വേണം കേട്ടോ, അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അവിടെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തുള്ള അരപ്പുണ്ടല്ലോ തേങ്ങ, അത് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ കണ്ടില്ലേ, മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മാങ്ങയുടെ പീസ് വേണം കേട്ടോ, അപ്പോഴാണ് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊന്നും വറവിടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ കിട്ടുന്ന സമയത്ത്, ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കറി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് മാങ്ങ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.